I am Tajiri PM, Orumanur Islamic VHS സ്കൂളിലെ വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ ആണ്. അക്കൗണ്ടിംഗ് ആൻഡ് ടാക്സേഷൻ പ്രാക്ടിക്കൽ മൊഡ്യൂൾ 3ലെ വോളിയം 5 ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അക്കൗണ്ടിംഗ് ആൻഡ് ടാക്സേഷന്റെ 5ാമത്തെ വോളിയം ക്ലാസ് ആണ്, പ്രാക്ടിക്കൽ ക്ലാസ് ആണ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി കഴിഞ്ഞ ദിവസം 3 തരം അക്കൗണ്ടിംഗ് വൗച്ചേഴ്സ് നമ്മൾ ടീച്ചറിന്റെ ക്ലാസ്സിൽ കേട്ടിരുന്നു, അത് പഠിച്ചിരുന്നു. അപ്പോൾ ഒന്നും കൂടി നമുക്ക് അക്കൗണ്ടിംഗ് വൗച്ചേഴ്സ് എന്തിനാണ് ഇവിടെ ഉപയോഗിക്കുന്നത് എന്നൊന്നും കൂടി മനസ്സിലാക്കാം. അതായത് ഒരു ബിസിനസ്സിൽ നടക്കുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ലെഡ്ജറുകളാക്കി തരംതിരിച്ച് അതിനെ ജേർണലൈസ് ചെയ്ത് ആ ബിസിനസ്സിൻ്റെ കറക്റ്റ് ഫിനാൻഷ്യൽ പൊസിഷൻ അറിയുന്നതിനും മറ്റ് അക്കൗണ്ടുകളെ കുറിച്ചൊക്കെ അറിയുന്നതിനും എല്ലാം നമുക്ക്, അതുപോലെ അതിൻ്റെ ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, സ്റ്റോക്ക്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു ഫിനാൻഷ്യൽ പിക്ചർ കിട്ടുന്നതിന് നമുക്ക് അക്കൗണ്ടിംഗ് വൗച്ചേഴ്സ് ചെയ്യുന്നത് വഴി സഹായിക്കുന്നു. ഇനി അനന്തു ട്രേഡേഴ്സ് എന്നൊരു കമ്പനിയാണ് നമ്മൾ ഇതുവരെ ടാലിയിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അനന്തു ട്രേഡേഴ്സിൽ 3 തരം വൗച്ചർ എൻട്രീസ് ആണ് ഇതുവരെ നമ്മൾ എൻ്റർ ചെയ്ത് പഠിച്ചത്. ഏതൊക്കെയാ? F4 കോൺട്രാ വൗച്ചർ, F5 പേയ്മെന്റ് വൗച്ചർ, F6 റെസിപ്റ്റ് വൗച്ചർ. ബിസിനസ്സിനെ കോമൺ ആയിട്ട് ഉപയോഗിക്കേണ്ടി വരുന്ന 8 തരം വൗച്ചറുകളെ കുറിച്ചാണ് നമ്മൾ മൊഡ്യൂൾ 3ൽ പഠിക്കുവാനുള്ളത്, അക്കൗണ്ടിംഗ് വൗച്ചേഴ്സ് എന്ന ചാപ്റ്ററിൽ പഠിക്കുവാനുള്ളത്. അപ്പോൾ അതിൽ 3 തരം വൗച്ചേഴ്സ് കണ്ടു കഴിഞ്ഞു. ബാക്കിയുള്ള 5 തരം വൗച്ചേഴ്സിനെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് F6 വരെയുള്ള വൗച്ചറുകളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അടുത്തത് F7 എന്ന ഫംഗ്ഷൻ കീ, അക്കൗണ്ടിംഗ് വൗച്ചേഴ്സ് എടുത്തിട്ട് അതിൽ F7 എന്ന ഫംഗ്ഷൻ കീ തൊട്ടുള്ളത് നമുക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ F7 എന്ന ഫംഗ്ഷൻ കീ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്ക്രീൻ ജേണൽ വൗച്ചർ എന്നുള്ള വൗച്ചറിലേക്കാണ്, വൗച്ചർ ടൈപ്പാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ ജേണൽ വൗച്ചറിൽ ഏതെല്ലാം തരത്തിലുള്ള ജേണൽ എൻട്രീസ് ആണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്? ദിസ് ടൈപ്പ് ഓഫ് വൗച്ചർ ഈസ് യൂസ്ഡ് ഫോർ ഇന്റേണൽ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്. അതായത് ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും, ഇപ്പൊ നമുക്കറിയാം ഈ വർഷത്തെ ഫിനാൻഷ്യൽ ഇയറിൽ കാണിക്കേണ്ട ഒരു അക്കൗണ്ട് ആണ്, പക്ഷെ അത് ഒന്നുകിൽ നമുക്ക് കൊടുത്തു തീർക്കാൻ പറ്റിയില്ല, ഔട്ട്സ്റ്റാൻഡിങ് എന്നുള്ള ഒരു ഇതിൽ നിൽക്കുകയാണ്, ഔട്ട്സ്റ്റാൻഡിങ് എന്നുള്ള ഒരു ഹെഡിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുപോലെ പ്രീപെയ്ഡ് ചെയ്തു, ഇപ്പൊ ഇൻഷുറൻസ് ഒക്കെ മുൻകൂട്ടി അടച്ചു, അങ്ങനെയുള്ള വൗച്ചറുകളെല്ലാം നമ്മൾ F7 ജേണൽ വൗച്ചറിലാണ് എൻ്റർ ചെയ്യേണ്ടത്. അതുപോലെ ഗുഡ്സ് വിഡ്രോ ബൈ പ്രൊപ്രൈറ്റർ ബിസിനസ്സിൽ നിന്നും ഗുഡ്സ് വിഡ്രോ ചെയ്യുക. ബിസിനസ് നിന്നും ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോൾ അത് പേയ്മെന്റ് വൗച്ചറിലാണ് കാണിക്കാറ്, പക്ഷേ ഗുഡ്സ് വിഡ്രോ ചെയ്യുമ്പോൾ അത് ജേണൽ വൗച്ചറിലേക്കാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. അതുപോലെ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റുകൾ പർച്ചേസ് ചെയ്യുന്നത് ക്യാഷിനാണെങ്കിൽ പേയ്മെന്റ് വൗച്ചറിലാണ്, പക്ഷേ അത് ക്രെഡിറ്റ് പർച്ചേസ് ആണ് ഫിക്സഡ് അസറ്റിന്റെ നടത്തിയത് എങ്കിൽ നമുക്ക് ജേണൽ വൗച്ചറിലേക്ക് പോസ്റ്റ് ചെയ്യാം. അതുപോലെ ഓൾ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ലൈക്ക് ഡിപ്രീസിയേഷൻ, ബാഡ് ഡെപ്റ്റ്, ഔട്ട്സ്റ്റാൻഡിങ്, പ്രീപെയ്ഡ്, അക്രൂഡ്, അതുപോലെ പ്രൊവിഷൻസ്, അങ്ങനെ വരുന്ന എല്ലാ ബിസിനസിന്റെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രികളും ജേണൽ വൗച്ചറിലാണ് നമ്മൾ കാണിക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ കാണിക്കാൻ പോകുന്ന ഒരു ജേണൽ എൻട്രി ഡിപ്രീസിയേഷൻ ആണ്. ഇപ്പോൾ ബിസിനസ്സിൽ നടക്കുന്ന ഫിക്സഡ് അസറ്റിന്മേൽ നടക്കുന്ന ഒരു ഡിപ്രീസിയേഷന്റെ ജേണൽ എൻട്രി ആണ് ഇവിടെ കാണിക്കാനായിട്ട് പോകുന്നത്. ആ പെർസെൻറ്റേജ് എന്നുള്ള ഒരു ജേണൽ എൻട്രി നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ലെഡ്ജറുകൾ, ഒന്ന് ഡിപ്രീസിയേഷൻ എന്ന ലെഡ്ജറാണ് വരുന്നത്, ഡെബിറ്റ് ബാലൻസിൽ വരുന്നത് ഡിപ്രീസിയേഷൻ എന്ന ലെഡ്ജറാണ്. അത് കൊടുക്കേണ്ട ഗ്രൂപ്പ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന ഗ്രൂപ്പിലേക്കാണ് ഡിപ്രീസിയേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഫർണിച്ചർ നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഫർണിച്ചർ എന്നൊരു ലെഡ്ജർ മുന്നേ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ടാലി എടുക്കുന്നു. ടാലിയിൽ ഗേറ്റ് വേ ഓഫ് ടാലി എന്ന സ്ക്രീനിലെ അക്കൗണ്ടിംഗ് വൗച്ചേഴ്സ്, അതിൽ F7 എന്ന ഫംഗ്ഷൻ കീ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ അറിയാം സ്ക്രീൻ ജേണൽ നമ്പർ 1 എന്നുള്ള സ്ക്രീനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ
ജേണൽ വൗച്ചറിലാണ് ഇപ്പോൾ എൻ്റർ ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് എപ്പോഴും വൗച്ചറിന്റെ ഡേറ്റ്, അതായത് ട്രാൻസാക്ഷൻ നടന്ന ഡേറ്റ് ആണ് വൗച്ചർ ഡേറ്റ് ആയിട്ട് F2 പ്രസ് ചെയ്ത് വൗച്ചറിന്റെ ഡേറ്റ് കൊടുക്കാം. അത് കഴിഞ്ഞ് എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ലിസ്റ്റ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ജേണൽ വൗച്ചറിന് ആവശ്യമായിട്ട് നമ്മൾ ഇതിനു മുന്നേ ക്രിയേറ്റ് ചെയ്തു വെച്ചിട്ടുള്ള ലെഡ്ജറുകളെല്ലാം ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ എന്താണ് ജേണൽ എൻട്രി വരുന്നത്? ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ലെറ്റർ ടു ഫർണിച്ചർ എന്നാണ് ജേണൽ എൻട്രി വരേണ്ടത്. അപ്പോൾ ഇവിടെ ലിസ്റ്റ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ് നോക്കുമ്പോൾ ക്യാപിറ്റൽ, കമ്മീഷൻ എല്ലാം കാണുന്നുണ്ട്. ഫർണിച്ചർ, സാലറി, സെയിൽസ്, ബാങ്ക് അക്കൗണ്ട് എല്ലാം കാണുന്നുണ്ട്. പക്ഷേ ഡിപ്രീസിയേഷൻ എന്നൊരു ലെഡ്ജർ ഇവിടെ കാണുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്ത് മനസ്സിലാക്കണം? ഡിപ്രീസിയേഷൻ എന്നൊരു ലെഡ്ജർ മുന്നേ ബിസിനസ്സിൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഒന്നുകിൽ അക്കൗണ്ട്സ് ഇൻഫോയിൽ പോയിട്ട് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം, സിംഗിള് ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഈ ലെഡ്ജർ കൊടുക്കേണ്ട ഈ സ്ഥലത്ത്, അതായത് ഈ ബ്ലാക്ക് കളറിലാണ് ഇപ്പൊ ഡെബിറ്റ് എന്ന് വന്നിട്ട് ഈ ബ്ലാക്ക് കളറിലാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ Alt C എന്നുള്ള കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ലെഡ്ജർ ക്രിയേഷന്റെ സ്ക്രീനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അവിടെ നമുക്ക് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അക്കൗണ്ടിങ് വൗച്ചറിൽ നമുക്ക് അതാത് ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ ഡിപ്രീസിയേഷൻ എന്ന എൻട്രി ക്രിയേറ്റ് ചെയ്യാണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസിലാണ് ഗ്രൂപ്പ് വരുന്നത്. ആക്സെപ്റ്റ് ചെയ്തു. അപ്പൊ അവിടെ ഡിപ്രീസിയേഷൻ വന്നു. ഇനി ഇവിടെ എന്താണ്? ഫർണിച്ചറിന്റെ 10% ആണ് ഡിപ്രീസിയേഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഫർണിച്ചറിന് കൊടുത്തിരിക്കുന്ന എമൗണ്ടിന്റെ 10%, അതായത് 25,000 ആണ് ഫർണിച്ചറിന്റെ എമൗണ്ട് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ 10% കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ അക്കൗണ്ടിങ് വൗച്ചറിൽ കാൽക്കുലേറ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി നമുക്ക് ചെയ്യാൻ പറ്റും. Ctrl+N എന്ന കീ പ്രസ് ചെയ്ത് 25,000 ഫർണിച്ചറിന്റെ 25,000ന്റെ ഇൻറ്റു 10% കാൽക്കുലേറ്റ് ചെയ്യുന്നു. എൻ്റർ അടിക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ 2,500 എന്ന് എമൗണ്ട് വന്നിട്ടുണ്ട്. ഈ എമൗണ്ട് ആണ് ജേണൽ വൗച്ചറിൽ കാണിക്കേണ്ട ഫിഗർ. അപ്പോൾ ഇവിടെ 2,500 എന്ന് എൻ്റർ അടിച്ച് ക്രെഡിറ്റ് ബാലൻസിൽ വരേണ്ടത് ഫർണിച്ചറാണ്. ഇപ്പോൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ലെറ്റർ ടു ഫർണിച്ചർ എന്നാണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ ഫർണിച്ചർ സെലക്ട് ചെയ്യുന്നു. ഇനി ഇവിടെ നരേഷൻ കൊടുക്കാനാണ്. അതായത് അക്കൗണ്ടിങ് വൗച്ചറിൽ നരേഷൻ കൊടുത്തു പോകുന്നതാണ് നല്ലത്. പിന്നീട് ഡിസ്പ്ലേയിൽ നമുക്ക് ഇതെല്ലാം കാണുമ്പോൾ ഇത് ഏത് വൗച്ചറിന് ഏത് പേയ്മെന്റ് ആണ്, ഏത് റെസിപ്റ്റ് ആണ്, ഏത് ജേണൽ വൗച്ചർ ആണ് എന്നൊക്കെ സെർച്ച് ചെയ്യണമെങ്കിൽ നരേഷൻ കൊടുത്തു പോകുന്നതാണ് നല്ലത്. അപ്പോൾ ബീയിങ് ഡിപ്രീസിയേഷൻ ഓഫ് ഫർണിച്ചർ അറ്റ് 10% എന്ന് കൊടുത്തു പോവാം. ഇനി സേവ് ചെയ്യുന്നു. അപ്പോൾ ജേണൽ വൗച്ചറിൽ ഒന്നാമത്തെ ജേണൽ എൻട്രി കഴിഞ്ഞു. അടുത്തതായിട്ട് F8 എന്ന ഫംഗ്ഷൻ കീ പ്രസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് സെയിൽസ് വൗച്ചർ ആണ്. അപ്പോൾ സെയിൽസ് വൗച്ചറിൽ ഏതൊക്കെ തരം എൻട്രീസ് കൊടുക്കാൻ പറ്റും? റെക്കോർഡ്സ് ഓൾ ക്രെഡിറ്റ് ആൻഡ് ക്യാഷ് സെയിൽ ഓഫ് ഗുഡ്സ്. ഗുഡ്സിന്റെ ക്യാഷ് സെയിൽ ആയാലും ക്രെഡിറ്റ് സെയിൽ ആയാലും സെയിൽസ് വൗച്ചറിലാണ് കാണിക്കാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ കാണിക്കുന്ന ജേണൽ എൻട്രി സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ബിസിനസ് പുറത്തേക്ക് സാധനങ്ങൾ വിൽക്കുന്നു. അപ്പോൾ കസ്റ്റമേഴ്സിന് സാധനങ്ങൾ കൊടുക്കുന്നു ബിസിനസ്. അപ്പോൾ ബിസിനസ് വിറ്റ സാധനങ്ങൾ ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു സെയിൽസ് എന്നാണ് ജേണൽ എൻട്രി വരുന്നത്. അപ്പോൾ സെയിൽസ് എന്നൊരു ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മുന്നേ. ക്യാഷ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അതൊരു പ്രീഡിഫൈൻഡ് ലെഡ്ജറാണ്. അപ്പോൾ ഇനി എടുക്കേണ്ടത് F8 എന്ന ഫംഗ്ഷൻ കീ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ നമുക്കറിയാം സെയിൽസിൽ 1 നമ്മൾ നിൽക്കുന്നത്. ഇനി ഇവിടെ വൗച്ചർ ഡേറ്റ്, ഇനി ഇവിടെ റെഫറൻസ് നമ്പർ, അടുത്തതായിട്ട് പാർട്ടീസ് അക്കൗണ്ട് നെയിം. അപ്പൊ ഇവിടെ നമുക്ക് വ്യത്യാസം മനസ്സിലാവും. ലിസ്റ്റ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സിൽ ഇപ്പൊ വന്നിട്ടുള്ളത് ഈ സെയിൽസ് വൗച്ചറിന് ആവശ്യമായ ലെഡ്ജറുകളാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. അപ്പോൾ ക്യാഷ് സെയിൽ ആണെങ്കിൽ ക്യാഷ് എന്ന് സെലക്ട് ചെയ്യാം. ഇനി പാർട്ടീസ് ബിസിനസ്സിന് ചെക്കാണ് തന്നതെങ്കിൽ നമുക്ക് ബാങ്ക് സെലക്ട് ചെയ്യാം. അപ്പൊ ഇവിടെ പാർട്ടീസ്, ഇനി സൺട്രി ഡെപ്റ്റർ ആണ്, അതായത് ക്രെഡിറ്റ് സെയിൽ ആണ് നടന്നത് എങ്കിൽ പാർട്ടിയുടെ പേര് ഡെപ്റ്റർ ആണ് വരിക. അപ്പോൾ ആ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ഇപ്പോൾ ആ ലെഡ്ജർ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്യാത്തത് കൊണ്ട് ലിസ്റ്റ് ഓഫ് ലെഡ്ജറിൽ അത് വന്നിട്ടില്ല. അപ്പോൾ ഓരോ വൗച്ചറിനും ആവശ്യമായ ലെഡ്ജറുകൾ, ഇപ്പോൾ സെയിലിന് ആവശ്യമായ ലെഡ്ജർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ പാർട്ടീസ് അക്കൗണ്ടിൽ ക്യാഷ് സെലക്ട് ചെയ്യുന്നു.
ഇനി അവരുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ്, ഇപ്പോൾ ബയേഴ്സ് ഡീറ്റെയിൽസിൽ ക്യാഷ് നിൽക്കുന്നു. ക്രെഡിറ്റ് സെയിൽ ആണെങ്കിൽ ബയേഴ്സ് ഡീറ്റെയിൽസിൽ ഇവിടെ പാർട്ടിയുടെ പേര്, അതായത് സൺട്രി ഡെപ്റ്ററിന്റെ പേര് നിൽക്കുന്നു. ചെക്ക് ആണെങ്കിൽ ഇവിടെ ബാങ്ക് നിൽക്കുന്നു. ഇനി ഇവിടെ വരേണ്ടത് സെയിൽസ് ലെഡ്ജർ ആണ്. അപ്പോൾ സെയിൽസിന്റെ എസ് പ്രസ് ചെയ്ത് സെയിൽസ് സെലക്ട് ചെയ്യാം. എമൗണ്ട് കൊടുക്കാം. 1 lakhന്റെ സെയിലാണ് ജേണൽ എൻട്രി പറഞ്ഞത്. നേരത്തെ പോലെ നരേഷൻ കൊടുത്ത് ആക്സെപ്റ്റ് ചെയ്ത് പോകാം. ഇനി അടുത്തതായിട്ട് പർച്ചേസ് വൗച്ചർ, അതായത് F9 പർച്ചേസ് വൗച്ചറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ബിസിനസ് നടത്തിയിട്ടുള്ള എല്ലാ ഗുഡ്സിന്റെ പർച്ചേസും പർച്ചേസ് വൗച്ചറിലേക്ക് മാറ്റുന്നു. ദിസ് വൗച്ചർ ഈസ് യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ് ഓൾ ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ്. ഗുഡ്സിന്റെ മാത്രമാണ് പർച്ചേസ് വൗച്ചറിൽ മാറ്റുന്നത്. ബാക്കി ഫിക്സഡ് അസറ്റോ സ്റ്റേഷനറിയോ ഒക്കെ വാങ്ങുമ്പോൾ അത് പേയ്മെന്റ് വൗച്ചറിലാണ് കാണിക്കേണ്ടത്. അപ്പൊ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന ഐറ്റംസ്, ഗുഡ്സിന്റെ പർച്ചേസ് ആണ്. ബിസിനസ് പുറത്തുനിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതാണ് പർച്ചേസ് ആയിട്ട് കാണിക്കുന്നത്. ഇവിടെ ജേണൽ എൻട്രി പറഞ്ഞിരിക്കുന്നത് പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ₹25,000. അപ്പോൾ 25,000 രൂപയുടെ സാധനങ്ങൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ബിസിനസ്. അപ്പൊ ക്രിയേറ്റ് ചെയ്യേണ്ട ലെഡ്ജറുകൾ പർച്ചേസ് അക്കൗണ്ട്, ക്യാഷ്. പർച്ചേസ് മുന്നേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ലെഡ്ജർ. ക്യാഷ് നമ്മുടെ പ്രീ ഡിഫൈൻഡ് ലെഡ്ജർ ആണ്. ഇനി ഇവിടെ F9 പ്രസ് ചെയ്യുന്നു. ഇപ്പൊ അക്കൗണ്ടിങ് വൗച്ചേഴ്സിൽ F9 ക്ലിക്ക് ചെയ്യുമ്പോൾ പർച്ചേസ് നമ്പർ 1 ഇപ്പോൾ നിൽക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് ഡേറ്റ് കൊടുക്കാം. എൻ്റർ അടിച്ച് ബില്ലിന്റെ ഡേറ്റ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. സപ്ലയർ ഇൻവോയ്സ് നമ്പർ എന്ന് പറഞ്ഞിട്ട് ബില്ലിലുള്ള ഒരു നമ്പർ ഉണ്ട് സപ്ലയറിന്റെ, അത് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അതുപോലെ ബില്ലിന്റെ ഡേറ്റ് കൊടുക്കാം. ഇനി പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്നാണ് ജേണൽ എൻട്രി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ബിസിനസ് പുറത്തുനിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്തു 25,000 എന്നുള്ള ജേണൽ എൻട്രി ആണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ആയതുകൊണ്ട് ഇവിടെ ഈ പർച്ചേസ് വൗച്ചറിന് ആവശ്യമായ ലെഡ്ജറുകളാണ് ഈ ലിസ്റ്റ് ഓഫ് ലെഡ്ജറിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നുകിൽ ഏതൊക്കെ ലെഡ്ജറുകൾ വരാം? ക്യാഷ് പർച്ചേസ് ആണെങ്കിൽ ക്യാഷ് വരും, ചെക്ക് കൊടുത്തിട്ടാണെങ്കിൽ ബാങ്ക് വരും. ഇനി ക്രെഡിറ്റ് പർച്ചേസ് ആണെങ്കിൽ ഇവിടെ സൺട്രി ക്രെഡിറ്ററിന്റെ പേരും കൂടെ വരും. അപ്പോൾ ഇവിടെ ആവശ്യമായ ലെഡ്ജറുകൾ വരുന്നു. അതിൽ നിന്നും ക്യാഷ് ആണ്, ക്യാഷ് പർച്ചേസ് ആണ്. അപ്പൊ ക്യാഷ് സെലക്ട് ചെയ്തു. സപ്ലയർ ഡീറ്റെയിൽസിൽ ഇവിടെ വരുന്നുണ്ട് ക്യാഷ് എന്ന്. അതുപോലെ ഇവിടെ വരേണ്ട ലെഡ്ജർ ഇനി പർച്ചേസ് ആണ്. പർച്ചേസ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ് എന്നാണ് ജേണൽ എൻട്രി. അപ്പൊ പർച്ചേസ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. മുന്നേ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി 25,000 ആണ് പർച്ചേസ് ചെയ്തത് ബിസിനസ്. നരേഷൻ കൊടുത്ത് ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ അടുത്തതായിട്ട് ഇനി ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട്. ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടും ഉപയോഗിക്കുന്നത് ബിസിനസ്സിൽ ഇപ്പോൾ ദിസ് വൗച്ചർ ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് റിട്ടേൺ ഓഫ് ഗുഡ്സ് ബൈ ദ കസ്റ്റമേഴ്സ്. അതായത് സെയിൽ നടത്തിയിട്ടുണ്ട് ബിസിനസ്, മുന്നേ കസ്റ്റമറിന് സെയിൽ നടത്തിയിട്ടുണ്ട്. ആ കസ്റ്റമർ തിരിച്ച് ബിസിനസ്സിലേക്ക് സാധനങ്ങൾ അതിൽ നിന്നും കുറച്ച് ഗുഡ്സ് തിരിച്ചയക്കുകയാണെങ്കിൽ അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റ് ആണ് ക്രെഡിറ്റ് നോട്ട്. അതിന്റെ ഫംഗ്ഷൻ കീ വരുന്നത് കൺട്രോൾ F8, അതായത് സെയിലിന്റെ കീ F8 ആണ്. അതിന്റെ ഒപ്പം ഒരു കൺട്രോൾ കീയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ക്രെഡിറ്റ് നോട്ട് കിട്ടുന്നു. ജേണൽ എൻട്രി കൊടുക്കേണ്ടത് സെയിൽ നടത്തിയതിന്റെ നേരെ ഓപ്പോസിറ്റ് എൻട്രി ആണ്. അപ്പോൾ സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ് എന്നാണ് ജേണൽ എൻട്രി കൊടുക്കേണ്ടത്. ഇനി ടാലിയിൽ അക്കൗണ്ടിങ് വൗച്ചേഴ്സിൽ എങ്ങനെ കൊടുക്കും നോക്കാം. ഇപ്പൊ നിൽക്കുന്നത് പർച്ചേസ് നമ്പർ 2 ഇനി കൺട്രോൾ F8 പ്രസ് ചെയ്യുന്നു. അടുത്തതായിട്ട് ക്രെഡിറ്റ് നോട്ടിന്റെ സ്ക്രീൻ എങ്ങനെയാണ് എടുക്കുന്നത്, ക്രെഡിറ്റ് നോട്ട് അക്കൗണ്ടിങ് വൗച്ചറിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ ഇവിടെ അക്കൗണ്ടിങ് വൗച്ചേഴ്സിൽ F4, F5, F6, F7, F8, F9 എല്ലാ വൗച്ചറുകളും, അതായത് 8 വൗച്ചറുകൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നതിൽ 6 ഇവിടെ ആക്റ്റീവായിട്ട് ബട്ടൺ പാനലിൽ കാണാം. പക്ഷെ ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും ഇവിടെ ആക്റ്റീവ് അല്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അക്കൗണ്ടിങ് വൗച്ചറിന്റെ സ്ക്രീനിൽ നിന്നിട്ട് F11 എന്ന അക്കൗണ്ടിങ് ഫീച്ചേഴ്സിലേക്ക് പോകുന്നു. ഇപ്പൊ ആനന്ദു ട്രേഡേഴ്സ് എന്ന കമ്പനിയുടെ അക്കൗണ്ടിങ് ഫീച്ചേഴ്സ് ആണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അക്കൗണ്ടിങ് ഫീച്ചേഴ്സിൽ F11 പ്രസ് ചെയ്യുമ്പോഴാണ് ഈ ഫീച്ചറിൽ എത്തുന്നത്. ഇവിടെ യൂസ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് നോട്ട്സ് യെസ് ആക്കി കൊടുക്കുന്നു. എൻ്റർ അടിച്ച് ആക്സെപ്റ്റ് ചെയ്യാം.
ഇനി ഇവിടെ നമുക്ക് ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും ആക്റ്റീവ് ആയിട്ടുള്ളത് കാണാം. അപ്പോൾ കൺട്രോൾ F8 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് നോട്ടിൽ ഇപ്പോൾ സ്ക്രീനിൽ നിൽക്കുന്നു. നമ്പർ 1 നിൽക്കുന്നത്. ക്രെഡിറ്റ് നോട്ടിൻ്റെ ഒന്നാമത്തെ വൗച്ചറാണ് ചെയ്യാൻ പോകുന്നത്. ഡേറ്റ് കൊടുക്കാം, അതുപോലെ ഇൻവോയ്സ് നമ്പർ, ഇൻവോയ്സിൻ്റെ ഡേറ്റ് എല്ലാം കൊടുക്കാനുണ്ട്. ഇനി നേരത്തെ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് ഇപ്പോൾ നേരത്തെ ഒരു ക്യാഷ് സെയിലാണ് നമ്മൾ നടത്തിയത്. ബിസിനസ് നടത്തിയ സെയിൽ 1 lakhന് അതിൻ്റെ റിട്ടേൺ ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ റിട്ടേൺ ഓഫ് ഗുഡ്സ് ഫ്രം കസ്റ്റമേഴ്സ് സാധനങ്ങൾ തിരിച്ചു തരുന്നു. അപ്പോൾ ജേണൽ എൻട്രി വരുന്നത് സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ് എന്നാണ് ഇവിടെ കാണിക്കേണ്ടത്. അപ്പോൾ സെയിൽസ് റിട്ടേൺ എന്ന ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. കാരണം ഇവിടെ ലിസ്റ്റ് ഓഫ് ലെഡ്ജറിൽ നമ്മൾ സെയിൽസ് റിട്ടേൺ എന്നുള്ള ലെഡ്ജർ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ക്രെഡിറ്റിൽ വരേണ്ടത് ഏതാണ്? ക്യാഷ് ആണ്. ക്യാഷ് സെലക്ട് ചെയ്യുന്നു. ക്യാഷ് ഇപ്പോൾ 1 lakhന്റെ സെയിലാണ് നേരത്തെ നടത്തിയത്. ഇവിടെ വേണമെങ്കിൽ ഒരു 5,000ന്റെ സാധനങ്ങൾ തിരിച്ചു വന്നു എങ്കിൽ 5,000 എന്ന എമൗണ്ട് കൊടുക്കാം. ഇനി ഡെബിറ്റിൽ വരേണ്ടതാണ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാത്തത്. അപ്പോൾ ഈ ഡെബിറ്റിന്റെ പ്ലേസിൽ നിന്നിട്ട് Alt+C പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെയിൽസ് റിട്ടേൺ എന്നുള്ള ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. അണ്ടർ സെയിൽസിലാണ് കാണിക്കേണ്ടത്. സെയിൽസ് റിട്ടേൺ സെയിൽസിലാണ് ഗ്രൂപ്പ് കൊടുക്കേണ്ടത്. എൻ്റർ അടിച്ച് ആക്സെപ്റ്റ് ചെയ്യാം. ഇനി ഓരോ വൗച്ചറുകളിലും അതാത് കറണ്ട് ബാലൻസുകൾ നമുക്ക് കണ്ടുപോകാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ സെയിൽസ് റിട്ടേണിന്റെ കറണ്ട് ബാലൻസ് 5,000 എന്ന് കാണിക്കുന്നു. ക്യാഷിന്റെ ബാലൻസ് നമുക്കിവിടെ കൃത്യമായിട്ട്, അതായത് ഓരോ വൗച്ചറുകൾ കഴിയുമ്പോഴുമുള്ള ക്യാഷിന്റെ ബാലൻസ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇതുപോലെ നമുക്ക് ഡെബിറ്റ് നോട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഡെബിറ്റ് നോട്ട് എന്താണ്? ദിസ് വൗച്ചർ ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് റിട്ടേൺ ഓഫ് ഗുഡ്സ് ടു സപ്ലയേഴ്സ്. അതായത് ബിസിനസ് നടത്തിയ പർച്ചേസ് സാധനങ്ങൾ സപ്ലയേഴ്സിന് തിരിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അപ്പോഴാണ് ഡെബിറ്റ് നോട്ട് എന്ന ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന്റെ ഫംഗ്ഷൻ കീ വരുന്നത് കൺട്രോൾ F9 ആണ്. അപ്പോൾ ജേണൽ എൻട്രി വരേണ്ടത് ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു പർച്ചേസ് റിട്ടേൺ. നേരത്തെ എൻട്രി വരുന്നത് പർച്ചേസ് ഡെബിറ്റ് ബാലൻസും ക്യാഷ് ക്രെഡിറ്റ് ബാലൻസുമാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് എൻട്രി ആണ് വരേണ്ടത്. അപ്പോൾ ഇനി പർച്ചേസ് റിട്ടേൺ ചെയ്ത് നോക്കാം, അതായത് ഡെബിറ്റ് നോട്ട് ചെയ്ത് നോക്കാം. കൺട്രോൾ F9 ആണ് കീ വരുന്നത്. ഇപ്പോൾ ഡെബിറ്റ് നോട്ട് നമ്പർ 1 സ്ക്രീൻ നിൽക്കുന്നത്. ഇനി ഇവിടെ ഡേറ്റ് കൊടുക്കാം, അതുപോലെ ഇൻവോയ്സ് നമ്പർ, ഇൻവോയ്സിന്റെ ഡേറ്റ്, പർട്ടിക്കുലേഴ്സിൽ വരേണ്ടത്, അതായത് ഇപ്പോൾ ഡെബിറ്റ് നോട്ടിന് ആവശ്യമായ ലെഡ്ജറുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ക്യാഷ് പർച്ചേസ് ആണെങ്കിൽ ക്യാഷ്, ചെക്ക് വഴിയാണെങ്കിൽ ബാങ്ക് സെലക്ട് ചെയ്യാം. ഇനി പാർട്ടീസിന്റെ പേരുണ്ടെങ്കിൽ ഇവിടെ പാർട്ടീസും കൂടി വരും. അപ്പോൾ റിട്ടേൺഡ് ഗുഡ്സ് ടു സപ്ലയേഴ്സ് ഒരു 3,000. നമ്മൾ ബിസിനസ് സപ്ലയേഴ്സിന് സാധനങ്ങൾ തിരിച്ചയച്ചു. മുന്നേ നടത്തിയ പർച്ചേസ് 1 lakhന്റെ ആയിരുന്നു. 25,000 നേരത്തെ പർച്ചേസ് നടത്തിയിട്ടുള്ളത് ബിസിനസ്. അതിൽ നിന്നും ആ 25,000 നിന്നും ഒരു 3,000ന്റെ സാധനങ്ങൾ ഗുഡ്സ് തിരിച്ചയച്ചു. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു പർച്ചേസ് റിട്ടേൺ എന്നാണ് ജേണൽ എൻട്രി വരേണ്ടത്. ഡെബിറ്റിൽ വരേണ്ടത് ക്യാഷ് ആണ്. ക്യാഷ് സെലക്ട് ചെയ്തു. 3,000 തിരിച്ചയച്ചു. ഇനിയിപ്പോൾ ഇവിടെ ഇതുപോലെ നമുക്ക് ബാലൻസുകളൊക്കെ കാണുന്നുണ്ട്. ക്യാഷിന്റെ കറണ്ട് ബാലൻസ് കാണുന്നുണ്ട്. ക്യാഷ് എന്ന് എൻ്റർ അടിക്കുമ്പോൾ, ക്യാഷ് എന്ന ലെഡ്ജർ സെലക്ട് ചെയ്യുമ്പോൾ. ഇനി ഇവിടെ നോക്കുമ്പോൾ നമുക്ക് പർച്ചേസ് റിട്ടേൺ എന്നൊരു ലെഡ്ജർ മുന്നേ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ 8 ലെഡ്ജറുകളാണ് മുന്നേ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ പർച്ചേസ് റിട്ടേൺ എന്ന ലെഡ്ജർ Alt+C, ഈ ലെഡ്ജറിന്റെ പ്ലേസിൽ ലെഡ്ജർ എവിടെയാണോ വരേണ്ടത് അവിടെ Alt+C കൊടുത്ത് പർച്ചേസ് റിട്ടേൺ എന്നുള്ള ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നു. അണ്ടർ ഗ്രൂപ്പ് കൊടുക്കേണ്ടത് പർച്ചേസിലാണ്. ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ അവിടെ പർച്ചേസ് റിട്ടേൺ വന്നു. എൻ്റർ അടിച്ചു. ആക്സെപ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ എല്ലാ വൗച്ചറുകളും, അതായത് ഒരു ബിസിനസ്സിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കേണ്ടി വരുന്ന 8 തരം വൗച്ചേഴ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഈ വൗച്ചറുകൾ നമുക്ക് ഓരോന്നായിട്ട് കാണണമെങ്കിൽ പേജ് അപ്പ് എന്നുള്ള കീ ഉപയോഗിച്ചും നമുക്ക് വൗച്ചറുകൾ കാണാവുന്നതാണ്. ഇപ്പോൾ ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട്, പർച്ചേസ്, സെയിൽസ്, ജേണൽ, ഇത്രയാണ് നമ്മൾ മുന്നേ ചെയ്ത. ബാക്കിയുള്ളതും കൂടി നമുക്ക് കാണാവുന്നതാണ്. ഇനി എസ്കേപ്പ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ
ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ ഇപ്പൊ എങ്ങനെയാണ് ഫൈനൽ അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് എന്നറിയണമെങ്കിൽ ബാലൻസ് ഷീറ്റ് ഉണ്ട്. റിപ്പോർട്ട്സിൽ ബാലൻസ് ഷീറ്റ് എടുക്കുന്നു. Alt F1 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം. അതായത് ക്യാപിറ്റൽ 2 lakh കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ബാലൻസ് 70,000, അതുപോലെ ഫർണിച്ചർ ഡിപ്രീസിയേഷൻ കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ഇവിടെ ഉണ്ട്. 25,000 ആണ് ഫർണിച്ചറിന് കൊടുത്തത്. അതുപോലെ ക്യാഷ് കയ്യിലുള്ളത്, ബാങ്ക് അക്കൗണ്ട്. ഇത് Alt F2 അടിച്ച് പീരീഡ് സെറ്റ് ചെയ്യാം. ഇനി ഇതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് Alt F1 Alt F2 അടിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇനി ഡിസ്പ്ലേയിൽ ട്രയൽ ബാലൻസ് ഉണ്ട്, അതുപോലെ ഡേ ബുക്ക്, ഇനി അക്കൗണ്ട് ബുക്സിൽ ക്യാഷ്, ബാങ്ക്, ബുക്ക്. അപ്പോൾ ബിസിനസിന്റെ ക്യാഷ് ഇപ്പോൾ എത്ര ബാലൻസ് ഉണ്ട് കയ്യിൽ, അതുപോലെ ഇപ്പോൾ ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റിൽ എത്ര വന്നു, ക്രെഡിറ്റിൽ, അതുപോലെ ഇപ്പോൾ എത്ര കയ്യിൽ ക്ലോസിംഗ് ബാലൻസ് ഉണ്ട് എന്ന് അറിയണമെങ്കിൽ 1,37,000 ആണ് ഇപ്പോൾ കയ്യിൽ ഉള്ളത്. നമ്മൾ 2 lakh ആണ് ക്യാപിറ്റൽ കൊണ്ടുവന്നത്, റെസിപ്റ്റ് കൊണ്ടുവന്നത്. ബാക്കി ഇപ്പോൾ ബിസിനസിന്റെ കയ്യിൽ 1,37,000 ക്യാഷ് ബാലൻസ് കയ്യിലുണ്ട്. ഇനി ബാങ്ക് അറിയണമെങ്കിൽ SBI സെലക്ട് ചെയ്യുന്നു. ഇവിടെ 2 കോൺട്രാ എൻട്രീസ് ആണ് മുന്നേ കൊടുത്തിരുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഡെബിറ്റിൽ 72,000 ആണ് ബാങ്ക് നമ്മൾ മുന്നേ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് ക്രെഡിറ്റിൽ 4,000 പോയിട്ടുണ്ട്, 4,000 വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി 68,000 ബാങ്കിന്റെ കയ്യിൽ ഉണ്ട്. ഇനി ഇതുപോലെ തന്നെ പർച്ചേസ് രജിസ്റ്റർ, സെയിൽസ് രജിസ്റ്റർ എടുക്കുന്നു. 1 lakhന്റെ ഒരു സെയിലാണ് നടത്തിയിരിക്കുന്നത്, അത് കാണാൻ പറ്റും. പർച്ചേസ് രജിസ്റ്ററിൽ പർച്ചേസ് ക്യാഷ് പർച്ചേസ് ആണ് 25,000. ഇങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ടാലിയിലെ അക്കൗണ്ടിങ് വൗച്ചേഴ്സ് ചെയ്യുന്നത് വഴി എളുപ്പത്തിൽ കിട്ടുന്നു. ഇനി ഇതിന്റെ റേഷ്യോ അനാലിസിസ് ഉണ്ട്, അതുപോലെ സ്റ്റോക്ക് സമ്മറി ഉണ്ട്, ഇതൊക്കെ റിപ്പോർട്ട്സിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ എളുപ്പത്തിൽ കിട്ടുന്നതിന് നമുക്ക് ബിസിനസ്സിൽ ഗേറ്റ് വേ ഓഫ് ടാലിയിലെ റിപ്പോർട്ട്സ് എടുക്കുമ്പോൾ സാധിക്കുന്നു. അക്കൗണ്ടിങ് വൗച്ചേഴ്സ് വളരെ സിമ്പിളാണ്. അപ്പോൾ അതിന്റെ പ്രൊസീജിയർ റൈറ്റിംഗ് നമുക്കൊന്ന് എഴുതി നോക്കാം. ആദ്യമായിട്ട് സ്റ്റെപ്പ് 1 കമ്പനി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ക്രിയേറ്റ് കമ്പനി, സ്റ്റെപ്പ് 1 ക്രിയേറ്റ് കമ്പനി. ഇനി സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് അക്കൗണ്ടിങ് വൗച്ചേഴ്സ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ സ്റ്റെപ്പ് 2 ലെഡ്ജർ ക്രിയേഷൻ. ഇനി സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് പാസ് ജേണൽ എൻട്രീസ്, അതായത് അക്കൗണ്ടിങ് വൗച്ചേഴ്സ് നമ്മൾ ഈ ലെഡ്ജറുകളെ എടുത്ത് പോസ്റ്റ് ചെയ്ത് ജേണൽ എൻട്രി കൊടുക്കുന്നു. അടുത്തതായിട്ട് റിപ്പോർട്ട്സ് എടുക്കുന്നു. സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് റിപ്പോർട്ട്സ് ആണ്. അപ്പോൾ നിങ്ങൾ നമ്മളുടെ സബ്ജക്റ്റ് എടുക്കുന്ന ടീച്ചേഴ്സ് തരുന്ന മോർ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കണം. പിന്നെ അതിൽ വരുന്ന ഓരോ ലെഡ്ജറുകൾ ഏതൊക്കെ വൗച്ചേഴ്സ് ആണ് എന്നൊക്കെ ഉള്ളത് എഴുതി പ്രൊസീജിയർ റൈറ്റിംഗ് എല്ലാവരും ചെയ്ത് പഠിക്കുക. ക്ലാസ് എല്ലാവരും കേട്ടു, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അക്കൗണ്ടിങ് വൗച്ചേഴ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. അത് വളരെ നന്നായിട്ട് തന്നെ എല്ലാവരും പഠിക്കുക. പിന്നെ അതിന്റെ പ്രൊസീജിയർ റൈറ്റിംഗും നല്ല പോലെ എഴുതിയിട്ട് നമ്മൾ എഴുതി പഠിക്കുക. ഓക്കെ, താങ്ക് യു.